പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഒരു അടിപൊളി ബ്രൗണി ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഡാർക്ക് ചോക്ലേറ്റ് വെച്ചല്ലേ ബ്രൗണി ഉണ്ടാക്കാറ്. ഇപ്രാവശ്യം നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ബ്രൗണി ഉണ്ടാക്കാനുള്ള കേക്ക് ടിൻ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രൗണി ഉണ്ടാക്കി തുടങ്ങാം. ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു 50 ഗ്രാമോളം റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുള്ള ആ ചൂടിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പാത്രം ഇറക്കി വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കതോടെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂടൊക്കെ ആറി നല്ല സെറ്റായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എഗ്ഗാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 എഗ്ഗാണ് ചേർത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എഗ്ഗ് ചേർത്ത് കഴിഞ്ഞ് ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, പൊടിക്കാതെ ആണെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഞാനിവിടെ പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. ഈ പഞ്ചസാര മെൽട്ടാവുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുറച്ച് ഒരു 5 മിനിറ്റോളം തന്നെ നമ്മളിത് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഈ പഞ്ചസാരയ്ക്ക് നന്നായിട്ട് അലിഞ്ഞിതിലേക്ക് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴാണ് ഈ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകാനായിട്ട് വാനില എസൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ 1 കപ്പ് മൈദ നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് മിക്സായിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഞാനിതാ ഫുള്ള് മൈദയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ഇത്തിരി കട്ടിയായിട്ടുള്ള ബാറ്റർ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ പോലെ ലൂസ് ആവില്ല. ഇതുപോലെ ഒരു കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ നേരത്തെ ഉള്ള വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ബിസ്ക്കറ്റ് ലോട്ടസ് ബിസ്ക്കറ്റും കൂടെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമ്മളിത് നമ്മുടെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേക്ക് ബാറ്റർ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങനെ വരില്ല. നമ്മളൊരു സ്പാച്ചുല വെച്ച് എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി സാധാരണ ബ്രൗണി നമ്മൾ കുക്ക് ചെയ്യുന്നത് ഓവനിലാണ്. ഞാനിവിടെ നമ്മൾ കേക്കൊക്കെ അടുപ്പിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഒരു 40 to 45 മിനിറ്റ്സ് നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഓവനിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലതായിട്ട് വേറൊരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുക. നമ്മളിത് സ്റ്റൗ ടോപ്പിൽ ചെയ്തതുകൊണ്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുക്കാം. ഇനി മുകളിൽ നമ്മൾ ടോപ്പിംഗ് ആയിട്ട് ചോക്ലേറ്റ് സിറപ്പാണ്, ഡാർക്ക് ചോക്ലേറ്റ് സിറപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.